മോളിവുഡിലും കോളിവുഡിലും ഇന്ന് തിരക്കുള്ള നടിമാരാണ് മമിത ബൈജും അനശ്വര രാജനും. വലിയ അവസരങ്ങൾ ഇവരെ തേടിയെത്തുന്നു. മലയാളത്തിൽ നിന്ന് വന്ന് മറ്റൊരു നായിക നടിമാർക്കും അടുത്ത കാലത്തൊന്നും ഇത്രയും അവസരം ലഭിച്ചിട്ടില്ല. നടി ഐശ്വര്യലക്ഷ്മി ഒരു ഘട്ടത്തിൽ മമതയും അനശ്വരയും പോലെ സെൻസേഷനായ താരമാണ്. എന്നാൽ അധികകാലം ഈ തരംഗം നിലനിന്നില്ല. വലിയ സിനിമകളിൽ നിന്ന് ഇന്ന് ഐശ്വര്യലക്ഷ്മിയെ കാണുന്നില്ല. എന്താണ് നടിക്ക് സംഭവിച്ചെന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ശേഷം ഐശ്വര്യ ലക്ഷ്മിയുടെ കരിയറിൽ വീഴ്ച സംഭവിച്ചത്. ദുൽഖർ സൽമാൻ നായകനായ സിനിമ വൻ പരാജയമായിരുന്നു. ദുൽഖറും ഐശ്വര്യയും ഒരുപോലെ പിന്നീട് ബോളിവുഡിൽ സജീവമല്ലാതായി. ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കിങ് ഓഫ് കൊത്തയുടെ പരാജയം ദുൽഖറിനെ മാത്രമല്ല ബാധിച്ചത്, ഐശ്വര്യ ലക്ഷ്മി കൂടിയാണ്. ഒരു ടൈമിൽ മിക്ക ഇൻഡസ്ട്രിയിലും കത്തി നിന്ന ആളായിരുന്നു ഐശ്വര്യ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോഴാണ് മലയാളത്തിൽ വൻ ഹൈപ്പിൽ വന്ന കിങ് ഓഫ് കൊത്ത നായികയായി വന്നത്. സിനിമ വൻ പരാജയമായി. ഐഷുവിൻ്റെ പെർഫോമൻസിനും ട്രോളുകളും ഏറ്റുവാങ്ങി. അതിനുശേഷം ആളെ തന്നെ മലയാളത്തിൽ നിന്ന് കാണാതായി. ഇപ്പോൾ അങ്ങനെ പറയത്തക്ക വലിയ സിനിമകളൊന്നും മലയാളത്തിൽ വരാനുമില്ല. വിഷ്ണു വിശാലിനൊപ്പമുള്ള ഗാട്ടാ ഗുസ്തി 2 ആണ് തമിഴിൽ നിന്ന് വരാനുള്ളത്. ഒരു സിനിമ കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ ആളുകൾക്കും സംഭവിക്കുന്നത്. നേരത്തെ ഒരു അഭിമുഖത്തിൽ കിങ് ഓഫ് കൊത്ത തൻ്റെ കരിയറിൽ ബാധിച്ചതിനെക്കുറിച്ച് ഐശ്വര്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട്. കിങ് ഓഫ് കൊത്ത ഇറങ്ങിയ സമയത്ത് എനിക്ക് തലങ്ങും വിലങ്ങും ട്രോളുകൾ വന്നു. അതെന്നെ ബാധിച്ചില്ല. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ബാധിക്കും. ആരും എന്നെ വർക്കിന് വിളിക്കില്ലായിരുന്നു. തെലുങ്കിൽ നിന്നോ തമിഴിൽ നിന്നോ വർക്ക് വരുന്നില്ല. മലയാളത്തിൽ നിന്ന് നല്ലൊരു കഥ കേട്ടൊരു കാലം കുറേ ആയെന്ന് വിചാരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഹലോ മമ്മി എന്ന സിനിമ വന്നതെന്ന് ഐശ്വര്യലക്ഷ്മി പറഞ്ഞു. ഒരു വർഷം ഞാൻ ചിന്തിച്ചത് നല്ല കഥ കേൾക്കുന്നതല്ല, നരേഷന് ആരും വിളിക്കുന്നില്ല, നല്ല സംവിധായകർ എന്നെ വിളിക്കുന്നത് അല്ല എന്നാണ്. പിന്നീട് ഒരു വഴി കണ്ടെത്തി. മാനേജറെ മാറ്റി. എനിക്കൊരു വിഷൻ ഉണ്ടായിരുന്നില്ല. ഒഴുക്കിനനുസരിച്ച് പോവുകയായിരുന്നു ഐശ്വര്യലക്ഷ്മി എന്ന് പറയുന്നു.